Hey guys, welcome back to our channel. Huh? Huh? പിന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമാകുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ വരെ തീരുമാനിച്ചത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ സ്ക്രീൻ എന്താ ബ്ലാക്ക് കളർ ഇരിക്കുന്നതെന്ന്. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊന്ന് വെറുതെ കളിക്കാനെടുത്തു. ഞാൻ വിചാരിച്ചു അടുത്ത വീഡിയോ മൈനിങ്ങിനായിട്ട് ഇടാം. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകാമെന്നൊക്കെ വിചാരിച്ച് വീഡിയോ എടുക്കാൻ തുടങ്ങി. എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് രാത്രിയായത്. തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള വഴി പോലും എനിക്ക് കിട്ടിയില്ല. എവിടെ ചെന്ന് നിൽക്കുവാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. പിന്നെ വീട് തപ്പിയിട്ടും കിട്ടിയില്ല. അതുകൊണ്ട് കുഴി കുഴിച്ചിരുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കുഴി കുഴിച്ച സമയത്ത് ഒരു സോംബി എൻ്റെ കൂടെ ആ കുഴിയിലോട്ടെടുത്ത് ചാടി. ആ സോംബി എന്നെ തല്ലിക്കൊന്ന് എൻ്റെ സാധനങ്ങളെല്ലാം പോയി. അപ്പോൾ നമുക്കൊന്നുകൂടെ ആദ്യം തൊട്ട് ഉണ്ടാക്കേണ്ടി വരും. ഇനി എനിക്ക് വീട് വെക്കണം, സാധനങ്ങൾ ഉണ്ടാക്കണം. പറ്റുവാണെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ മൈനിങ്ങിനും പോകണം. അതാണ് ഇപ്പം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ പോകും. പിന്നെ ഗെയിമിന് ചെറിയൊരു ലാഗ് അടിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. അവിടെ ഒരു കോഴി നിൽപ്പുണ്ട്. നമുക്ക് അതിനെ പോയി തല്ലിക്കൊല്ലാം. അതിനെ കാണാൻ മറ്റേ ട്രേഡർ കൊണ്ടുവരുന്ന ലാമയുടെ കൂട്ടുണ്ടല്ലേ. അപ്പം അതിനെക്കൊതി നിൽക്കുന്നുമില്ല. ഇതിനെ തല്ലിക്കൊന്നിട്ടേ ഞാൻ ഇനി പോകുന്നുള്ളൂ. കളിക്കാൻ അറിയാത്ത ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ട് കോഴി അങ്ങോട്ട് ചാവുന്നില്ല. ഒന്നുകൂടെ ചെയ്യും. അത് ചത്തില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. എനിക്ക് വിശക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ തല്ലിക്കൊല്ലാൻ നടക്കുന്നത്. നമുക്ക് ആദ്യം ഇതിനെല്ലാം മുന്നേ ഒരു ഓക്ക് വുഡ് ഉണ്ടാക്കണം. നമ്മൾ അതേ ഓക്ക് വുഡ് വെച്ച് ആദ്യം ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. എന്നിട്ട് ആ ക്രാഫ്റ്റിംഗ് ടേബിളിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിൽ തന്നെ വെച്ചിട്ടൊരു 4 സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്ക് ഉണ്ടാക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടാക്കാൻ പോകുകയാണ്? വുഡൻ പിക്കാക്സും വുഡൻ സോഡും. നമ്മൾ പിന്നെ പറഞ്ഞില്ലേ, എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു വീടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കാണാതായി, ഞാൻ വഴിയിലായി പോയി, കുഴി കുഴിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. ഇനി പുതിയൊരു വീടുണ്ടാക്കാനാണ് ഞാൻ ഈ പിക്കാക്സ് ഉണ്ടാക്കുന്നത്. ആ പിക്കാക്സ് ഇല്ലാതെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിക്കാക്സും സോഡും വേണം. എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന കോഴിനെ തല്ലിക്കൊല്ലും. നോക്കിക്കോ. നമ്മളിപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തുകൊണ്ട് നമ്മുടെ കോഴിയുടെ പുറകെ ഓടണം. എന്തിനാണെന്നറിയോ? തല്ലിക്കൊല്ലാൻ. ഞാൻ എന്തായാലും പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. കോഴിയെ തല്ലിക്കൊന്നേ കയറും എന്ന് പറഞ്ഞാൽ തല്ലിക്കൊന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശക്കുന്നതുകൊണ്ട് തന്നെ ആ റോ ചിക്കൻ തിന്നു. എൻ്റെ കയ്യിലിപ്പോൾ ഫർണസൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് കല്ലൊക്കെ കൊത്തിയിട്ട് വേണം ഫർണസൊക്കെ ഉണ്ടാക്കാൻ. ഈ കോള് കാണുന്നിടത്താണ് ഞാൻ എൻ്റെ പുതിയ വീടുണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം നികത്തണം. എനിക്കറിയത്തില്ല വുഡൻ പിക്കാക്സ് വെച്ച് കോൾ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. പറ്റും. ഞാൻ വിചാരിച്ചത് പോകുമെന്ന്. നമുക്കിനി ഇവിടെ എല്ലാം കുഴിച്ച് മാന്തി എടുത്തിട്ട് വേണം ഇവിടെ ഒരു വീട് പോലത്തെ സെറ്റപ്പ് ആക്കാം. പഴയ വീട് പോലെ തന്നെ ചെയ്യാനാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ മലയുടെ ഇടയിൽ കുഴിച്ചിട്ട് ആ സാധനം. നമുക്കപ്പോൾ ഇത് കുഴിക്കുന്നത് പെട്ടെന്ന് കണ്ടിട്ട് വരാം. അതായത് വീട് വെക്കുന്ന മൊത്തത്തിൽ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വരാം. നമ്മൾ കുഴിച്ച് തീരാറായിട്ടുണ്ട്. ഇനി ഇവിടോട്ട് നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് ലെവലാക്കാനുണ്ട്. നമ്മളിപ്പോൾ ഒരു പുഴയുടെ സൈഡിലാണല്ലോ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഭയങ്കരമായിട്ട് കുഴിഞ്ഞ് കിടക്കുന്ന പോലെ. അതൊക്കെ ഈ കോബിൾ സ്റ്റോൺ വെച്ച് നമുക്ക് ശരിയാക്കണം. ബാക്കി കേൾക്കുന്ന കിളിയുടെ സൗണ്ടൊന്നും നിങ്ങൾ പ്രശ്നമാക്കി എടുക്കരുത്. ഞാൻ വെളിയിലിരുന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അത്യാവശ്യം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോബിൾ സ്റ്റോൺ വെച്ചിട്ട് വേണം എന്തുണ്ടാക്കാൻ? നമ്മുടെ ഫർണസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ ഗ്യാപ്പൊക്കെ ഫില്ലാക്കിയിട്ട് ഫ്രണ്ട് ഭാഗം മൊത്തത്തിൽ കവറാക്കണം. കവറാക്കിയിട്ട് നമുക്കൊരു ഡോർ ഉണ്ടാക്കണം. ഡോർ ഉണ്ടാക്കിയിട്ട് ആ ഡോർ അവിടെ ഫിക്സ് ചെയ്യണം. അതോടെ നമ്മുടെ വീടിൻ്റെ പണി കഴിയും. പിന്നെ നമുക്ക്
കോൾ വെച്ചിട്ട് ടോർച്ച് ഉണ്ടാക്കണം, അതെവിടെ എല്ലാം കുത്തി നിറച്ച് വെക്കണം. അത്രയാണ് ഞാൻ ഇപ്പോൾ ഇതുവരെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത പാർട്ടിൽ ഞാൻ ഉറപ്പായിട്ട് മൈനിങ്ങിന് പോകും. പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമുക്കൊരു ട്വിസ്റ്റ് ഉണ്ട്. അതൊക്കെ ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് ട്വിസ്റ്റ് എന്താണെന്നൊക്കെ മനസ്സിലാവും. ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ മൈനിങ്ങിനുള്ള പ്ലേസ് ഉണ്ടാക്കാൻ ശ്രമിക്കും. ഓക്കെ, പിന്നെ അടുത്ത വീഡിയോയിൽ മൈനിങ്ങിനുള്ള പ്ലേസ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് മൈനിങ്ങിന് പോകുന്നതായിരിക്കും. ഞാൻ ഈ മൈനിങ്ങിന് പോകണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തുകൊണ്ട് നമ്മൾ സ്റ്റോണേജ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഴിച്ച് പോയി നമുക്ക് അയൺ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അയണേജ് ആവും. അയണേജ് ഒന്നും എന്നില്ലേ പറയുന്നത് ആയിരിക്കും. നമുക്കപ്പോൾ അയണിൻ്റെ ആർമറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നമ്മുടെ വീടിൻ്റെ മുകളിൽ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട്. അതുകൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പണി കഴിയും. അതുകൂടെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഡോറ് വെക്കണം. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പണി കഴിയും. പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാല് കാച്ചൽ നമ്മൾ ഫർണസിൽ നടത്തും. പക്ഷേ പാല് കാച്ചലായിരിക്കത്തില്ല, ഏതെങ്കിലും ജീവിയുടെയൊക്കെ മീറ്റ് കുക്ക് ചെയ്യുന്നതായിരിക്കും നമ്മുടെ പാല് കാച്ചൽ. എല്ലാവരും വരേണ്ടതാണെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആര് വരാനാണ്, മൈൻക്രാഫ്റ്റല്ലേ. നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ടത് ഒരു ഡോറാണ്. അപ്പോൾ നമ്മൾ ജംഗിൾ ഡോറാണ് ഉണ്ടാക്കുന്നത്. ഇനി അതെടുത്ത് അവിടെ കൊണ്ട് വെക്കണം. ഫ്രണ്ടിലെ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യണം. ഞാൻ ഇത് കുറേ നേരം കൊണ്ട് പറയുന്നു. ഇനി ആ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്തിട്ടേ ഞാൻ വരുന്നുള്ളൂ. നമ്മളിതുവരെ ഇരുട്ടത്ത് കിടന്ന് തപ്പുന്നതിന് പകരം ടോർച്ച് ഉണ്ടാക്കിയില്ല. ഈ ടോർച്ച് 4 സൈഡിലും നമുക്ക് വീട്ടിൽ കുത്തി വയ്ക്കുക. എന്നിട്ട് ഫർണസ് ഉണ്ടാക്കുകയോ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയോ ഒക്കെ ചെയ്യുക. നമുക്ക് ഫർണസ് ഉണ്ടാക്കണ്ട, ആദ്യം നമുക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. അപ്പോൾ വെളിയിലോട്ട് ഇറങ്ങണ്ടേ, നമുക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഇറങ്ങാം. ഞാൻ പറഞ്ഞ ആദ്യത്തെ ട്വിസ്റ്റ് ചെയ്താൽ ഞാൻ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണെന്നും പറഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി പോയില്ലേ. പക്ഷേ അത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഇപ്പോൾ എന്തായാലും രാത്രിയായിരുന്നു ഞാൻ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തപ്പോഴത്തേക്കിന്. ഇപ്പോൾ വെളിയിൽ മൊത്തം ഞാൻ നോക്കിയപ്പോൾ സ്കെൽട്ടനും സോംബിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഇനി ഇത്ര രാവിലെ ആവുന്നവരെ വായി നോക്കിയിരിക്കണം. നമുക്ക് എന്തായാലും രാവിലെ ആയിട്ട് കാണാം ഗായ്സ്. നിങ്ങൾ ആ വെള്ളത്തിലൊരാളെ കാണുന്നുണ്ടോ? അതാണ് നമ്മുടെ സ്കെൽട്ടൻ മാമൻ. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ മൈനിങ് സ്പേസ് ഉണ്ടാക്കാൻ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പോകുമെന്ന്. ഇപ്പോൾ കുഴിച്ച് താപ്പോട്ട് ഇറങ്ങിയതേ എനിക്കറിയത്തുള്ളൂ. കുറേ ബ്ലോക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പിക്കാക്സിൻ്റെ ലൈഫ് സ്പാൻ ഇനിയും ഉണ്ട്. പക്ഷേ ഈ പിക്കാക്സ് വെച്ച് എനിക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. കോബിൾ സ്റ്റോൺ വെച്ച് ചാടി കയറാനും പറ്റുന്നില്ല. കണ്ടോ, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. ഞാൻ എന്ത് ചെയ്യും ഇനി മേപ്പോട്ട് കയറാൻ? ഇനിയിപ്പോൾ വീഡിയോയ്ക്കകത്തൊന്നും എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അടുത്ത എപ്പിസോഡിൽ വല്ലതും ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് നമ്മൾ മൈനിങ്ങിന് പോകുന്നതായിരിക്കും ഗൈസ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബിലോ. ഇന്ന് ഞാൻ കുറച്ച് വലിയ വീഡിയോ ഇടണമെന്ന് വെച്ചാണ്, എന്നാലും ഇപ്പോൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.